നമസ്കാരം. നിങ്ങൾ 4 വർഷത്തെ ഡിഗ്രി കോഴ്സ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ ബന്ധുക്കളോ ഈ കോഴ്സിന്റെ ഭാഗമാണോ? എങ്കിൽ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഇന്റേൺഷിപ്പിന്റെ പേരിൽ നടക്കുന്ന ഒരു പുതിയ തരം ചൂഷണത്തെക്കുറിച്ചാണ് ഈ വിവരണം. പുതിയ കോഴ്സിൽ ഇന്റേൺഷിപ്പ് നിർബന്ധമാക്കിയത് ഒരു നല്ല കാര്യമായിട്ടാണ് എല്ലാവരും കണ്ടത്. പക്ഷേ ഈ അവസരം ചിലർ വിദ്യാർത്ഥികളെ മുതലെടുക്കാനുള്ളൊരു കെണിയാക്കി മാറ്റുന്നുണ്ടോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് സംഭവം എന്ന് നോക്കാം. എന്താണ് ഈ പുതിയ നിയമം? ഇത് വിദ്യാർത്ഥികളെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? അതായത് പുതിയ 4 വർഷത്തെ ഡിഗ്രി കോഴ്സ് ചെയ്യുന്ന ഓരോ വിദ്യാർത്ഥിയും കോഴ്സിന്റെ ഭാഗമായി ഒരു ഇന്റേൺഷിപ്പ് നിർബന്ധമായും ചെയ്തിരിക്കണം. കേരളത്തിലെ സർവകലാശാലകൾക്ക് കീഴിലുള്ള എല്ലാ അഫിലിയേറ്റഡ് കോളേജുകളിലെയും വിദ്യാർത്ഥികൾക്ക് ഇത് ബാധകമാണ്. എന്നാൽ നല്ല ഉദ്ദേശത്തോടെ കൊണ്ടുവന്ന ഈ നിയമത്തെ ചിലർ വളഞ്ഞ വഴിയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവിടെയാണ് യഥാർത്ഥ പ്രശ്നം തുടങ്ങുന്നത്. വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യാനുള്ളൊരു പഴുതായി ഇത് മാറുകയാണോ? വളരെ ഗുരുതരമായൊരു ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ചില സ്വകാര്യ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പ് നിർബന്ധമാണെന്ന ഈ നിയമത്തെ മറയാക്കി അവരെ സമീപിക്കുന്നു എന്നാണ് പരാതി. ഇത് സ്വാഭാവികമായും വിദ്യാർത്ഥികളിലും അധ്യാപകരിലും വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവരുടെ ഒരു പ്രവർത്തന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം ഇവർ കോളേജുകളെ നേരിട്ട് സമീപിക്കും. എന്നിട്ട് ഇന്റേൺഷിപ്പ് തരാമെന്ന് പറഞ്ഞ് വിദ്യാർത്ഥികളിൽ നിന്ന് ഒരു ഫീസ് ഈടാക്കും. രജിസ്റ്റർ ചെയ്താൽ സർട്ടിഫിക്കറ്റ് സൗജന്യമായി നൽകാമെന്നും വാഗ്ദാനം ചെയ്യും. ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതൊരു തട്ടിപ്പാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ തട്ടിപ്പിനെ കൂടുതൽ അപകടകരമാക്കുന്ന ഒരു ഘടകമുണ്ട്. ഇവർ സർവകലാശാലയുടെ പേര് തന്നെയാണ് ഇതിലേക്ക് വലിച്ചിഴക്കുന്നത്. അതെങ്ങനെയാണെന്നല്ലേ? സർവകലാശാലയുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈയൊരു വാചകം കേട്ടാൽ ആരാണ് സംശയിക്കുക, അല്ലേ? യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേരിട്ട് വരുന്നവരാണെന്ന് കേൾക്കുമ്പോൾ കോളേജ് അധികൃതരും വിദ്യാർത്ഥികളും ഇത് വിശ്വസിച്ചു പോകും. ഇവിടെയാണ് ആ കള്ളത്തരം കൃത്യമായി പൊളിയുന്നത്. ഒരു വശത്ത് സർവകലാശാല പറഞ്ഞിട്ടാണ് വന്നതെന്ന കമ്പനികളുടെ അവകാശവാദം. മറുവശത്ത് യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ സർവകലാശാല ഒരു സ്വകാര്യ കമ്പനിയെയും ഇന്റേൺഷിപ്പിന്റെ കാര്യങ്ങൾക്കായി ചുമതലപ്പെടുത്തിയിട്ടില്ല. ഈയൊരു കാര്യം നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. എന്തായാലും ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടതോടെ സർവകലാശാലയുടെ ഭരണസമിതിയായ സിൻഡിക്കേറ്റ് വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഭാഗ്യവശാൽ ഈ വിഷയം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടു. സിൻഡിക്കേറ്റ് അംഗമായ ഡോക്ടർ പി റഷീദ് അഹമ്മദ് ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നു. അദ്ദേഹം ഈ പ്രശ്നത്തിന്റെ ഗൗരവം ചാൻസലറെ നേരിട്ടറിയിക്കുകയും ഒരു ഔദ്യോഗിക നിവേദനം നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ നിവേദനത്തിൽ 3 പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. 1. ഈ തട്ടിപ്പിനെതിരെ ഉടൻ നടപടി വേണം. 2. യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എല്ലാ കോളേജുകൾക്കും ഈ വിഷയത്തിൽ വ്യക്തമായൊരു സർക്കുലർ അയക്കണം. പിന്നെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഇന്റേൺഷിപ്പിനു വേണ്ടി ഒരു സ്വകാര്യ കമ്പനിക്കും സർവകലാശാല അനുമതി നൽകിയിട്ടില്ലെന്ന് അതിൽ തറപ്പിച്ചു പറയണം. അപ്പോൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് ഒരു വിദ്യാർത്ഥി എന്ന നിലയിലും രക്ഷിതാവെന്ന നിലയിലും നിങ്ങൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഒന്നുകൂടി ഉറപ്പിച്ചു പറയാം, സർവകലാശാലയുടെ പേര് പറഞ്ഞ് ആരെങ്കിലും ഇന്റേൺഷിപ്പിനായി പണം ചോദിച്ചാൽ അത് തട്ടിപ്പാണ്. കാരണം ഒരു സ്വകാര്യ ഏജൻസിയെയും യൂണിവേഴ്സിറ്റി ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടില്ല. ഈ വിവരം എല്ലാവരിലേക്കും എത്തിക്കുക. അപ്പോൾ ഒരു ചോദ്യം ബാക്കിയാണ്. നമ്മുടെ കുട്ടികളുടെ ഭാവിയെയും വിദ്യാഭ്യാസത്തെയും സംരക്ഷിക്കാൻ, ഇത്തരം ചൂഷണങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ ഒരു സമൂഹമെന്ന നിലയിൽ നമുക്കോരോരുത്തർക്കും എന്ത് ചെയ്യാൻ സാധിക്കും?